നമസ്കാരം. 2002 ജൂലൈ 23 ഓസ്ട്രേലിയ ഇൻസ്ബർഗിൽ 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇന്റർനെറ്റിൽ പുതിയ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണ്. ഹൊറർ ആൻഡ് നെർവസ് ത്രിൽസ് എന്ന വേർഡ് ഉപയോഗിച്ചാണ് അവൻ സെർച്ച് ചെയ്യുന്നത്. അവനൊരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇന്റർനെറ്റ് പതുക്കെ സജീവമായി വരുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള സെർച്ചുകളും അവൻ നടത്തുന്നിടയിൽ അവനൊരു കൗതുകം തോന്നിയപ്പോൾ അവൻ ഉപയോഗിച്ച സെർച്ച് വേർഡാണ് ഹൊറർ ആൻഡ് നെർവസ് ത്രിൽസ് എന്നുള്ളത്. അവന്റെ സെർച്ചിൽ അവൻ കണ്ട ഒരു അഡ്വർടൈസ്മെന്റ് അവനെ ശരിക്കും അതിശയിപ്പിച്ചു. ആ അഡ്വർടൈസ്മെന്റ് ചുറുചുറുക്കുള്ള, നല്ല കരുത്തുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ ആവശ്യമുള്ള, സ്വയം മരിക്കാൻ താല്പര്യമുള്ള, അവയവങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒന്നാണ്. ധാരാളം അഡ്വർടൈസ്മെന്റ് പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും കണ്ട് പരിചയിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥിക്ക് ആ പരസ്യം വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കി. അവൻ ആ പരസ്യം നൽകിയിരിക്കുന്ന വ്യക്തിയുമായി അതിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലൂടെ ഒരു കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തു. ഫ്രാങ്കി എന്ന ആളാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. ആ വിദ്യാർത്ഥി ഫ്രാങ്കിയോട് ചോദിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്: നിങ്ങൾ ശരിക്കും ആളുകളെ കൊല്ലുവോ? അല്ല, നിങ്ങൾ ആളുകളെ കൊന്നിട്ടുണ്ടോ? യെസ്, ഞാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രാങ്കി മറുപടി കൊടുത്തപ്പോൾ ഈ ഓസ്ട്രിയൻ വിദ്യാർത്ഥി ശരിക്കും ഞെട്ടിന്ന് തന്നെ പറയാം. അവൻ വിചാരിച്ചു ഇത് വെറും ഒരു തമാശയ്ക്ക് ഒരാൾ കൊടുത്തിരിക്കുന്ന പരസ്യമാണെന്നാണ്. അവന് സംശയം തോന്നിയതുകൊണ്ട് അവൻ പിന്നെയും ആ ഫ്രാങ്കിക്ക് മെയിലുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ആ മെയിലുകൾക്കൊക്കെ ഫ്രാങ്കി കൃത്യമായി മറുപടിയും കൊടുക്കുകയാണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏകദേശം ഒരു 3 മാസം മുന്നോട്ട് പോയപ്പോൾ ഒക്ടോബറിൽ ആ വിദ്യാർത്ഥി സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ മെയിൽ ഐ ഡിയിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഒരു പരാതി സബ്മിറ്റ് ചെയ്തു. ആ വിദ്യാർത്ഥിയുടെ പരാതി കിട്ടിയതും പോലീസ് ആ പരാതി സസൂക്ഷ്മം വായിച്ചു. ആളുകളെ കൊല്ലുന്നതിനും കൊന്ന് അവരെ കഴിക്കുന്നതിനും ഒരു തരത്തിലുമുള്ള മനസാക്ഷി കുത്തുമില്ലാത്ത ഒരാളുമായിട്ട് താൻ കഴിഞ്ഞ 3 മാസമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആ ആള് തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വാസ്തവമാണെന്നൊരു തോന്നൽ തനിക്ക് ഉണ്ടെന്നുമാണ് ആ വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പോലീസ് ആ കേസ് അന്വേഷിച്ചു തുടങ്ങി. അവിടെ കൈവശമുള്ളത് ആ ഫ്രാങ്കി എന്ന പേരും ആ പേരിനൊപ്പമുള്ള ഒരു ഇമെയിൽ ഐ ഡിയുമാണ്. ധാരാളം ഇന്റർനെറ്റ് കഫകൾ ആ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടുമായി വ്യാപിച്ചു വരികയാണ്. അത്തരത്തിലുള്ള ഒരു കഫയിൽ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെയിൽ ഐ ഡിയാണ്. ആ മെയിൽ ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാജമാണ്. ആ മെയിൽ ഐ ഡിയിലൂടെ ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളിലേക്ക് എത്താനുള്ള പോലീസിന്റെ ആ ശ്രമം ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഒരു റിസൾട്ടും ഉണ്ടാക്കിയില്ല. പക്ഷെ ഡിസംബറിന്റെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞതും പോലീസിന് ചില ക്ലൂസ് കിട്ടി. ആ ക്ലൂ അവരെ എത്തിച്ചത് ജർമ്മനിയിലെ റോട്ടൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ ബിൽഡിങ്ങിലേക്കാണ്. ശരിക്കും അതിവിശാലമായ ആ ബിൽഡിങ്ങിന് മുകളിൽ പോലീസ് എത്തുമ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ പോലീസിനെ കാണുന്നുണ്ട്. ആളുകളോടാണ് ആദ്യം പോലീസ് അവിടെ താമസിക്കുന്ന ആളെ കുറിച്ച് തിരക്കിയത്. അവിടെ താമസിക്കുന്ന ഒരു മ്യൂസാണ്. വേറെ ആരെങ്കിലും അവിടെ താമസമുണ്ടോ? ഇല്ല, മ്യൂസ് മാത്രമേ ഉള്ളൂ. മ്യൂസ് എങ്ങനെയാള്? അയ്യോ, പഞ്ചപാവമാണ്, നല്ല കക്ഷിയാണ്. ഞങ്ങളെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും അതുപോലെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ സജീവമായി ഇടപെടുന്ന ആളാണ് മ്യൂസ്. മ്യൂസിനെ കുറിച്ച് ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായം. പക്ഷേ ആ വീട്ടിലെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കാൻ പോലീസ് ശരിക്കും പാടുപെട്ടിരുന്നു. പോലീസ് നേരത്തെ നടത്തിയ അതിഗഹനമായ ഒരു അനാലിസിസിന്റെ എൻഡിൽ ആ IP അഡ്രസ് ഉള്ള കമ്പ്യൂട്ടർ ആ വീട്ടിലാണെന്ന് പോലീസ് കൺഫേം ആക്കിയിട്ടുണ്ട്. പക്ഷേ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരൊക്കെ മ്യൂസിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പോലീസ് തിരക്കി വരുന്നത് മ്യൂസിനല്ല, പോലീസ് തിരക്കി വരുന്നത് ഫ്രാങ്കിയാണ്. എന്തായാലും പോലീസ് ബെല്ലടിച്ച് ഏതാണ്ട് സെക്കൻഡ് കഴിഞ്ഞതും ഒരാൾ വന്ന് വാതിൽ തുറന്നു. ഏകദേശം ഒരു 10-40 വയസ്സ് പ്രായമുള്ള ഒരാളാണ് വാതിൽ തുറന്നത്. ആ ആളോട് പോലീസ് ചോദിച്ചു, നിങ്ങളുടെ പേര് അർവിൻ മ്യൂസ് എന്നല്ലേ? അതെ, എന്റെ പേര് അർവിൻ മ്യൂസ് എന്നാണ്. മിസ്റ്റർ അർവിൻ മ്യൂസ്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് സെർച്ച് വാറണ്ട് പോലീസ് അർവിൻ മ്യൂസിനെ കാണിച്ചു. അർവിൻ മ്യൂസ് ചിരിച്ചുകൊണ്ട് പോലീസിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ സാർ ഈ വീടൊക്കെ സെർച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അർവിൻ മ്യൂസ് പോലീസിനെ അകത്തേക്ക് കൊണ്ടുവന്നത്. പോലീസ് ആ വീട് മുഴുവൻ പരിശോധിച്ചു. ആ വീട്ടിനകത്തുനിന്ന് പ്രത്യേകിച്ച് സംശയിക്കാനുള്ള ഒന്നും പോലീസ് കിട്ടിയില്ല. വീട്, ഹാള്, ബെഡ്റൂമുകൾ, ബാത്റൂമുകൾ, അടുക്കള എല്ലാം പരിശോധിച്ചു. അടുക്കളയിൽ ഒരു വലിയ റെഫ്രിജറേറ്റർ ഉണ്ട്. ആ റെഫ്രിജറേറ്ററിന്റെ ഫ്രീസറിനകത്ത് കുറച്ച് ഇറച്ചിയുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് സാധനങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് ആ അടുക്കളയിലുണ്ട്. ആ അടുക്കള ഉൾപ്പെടെ സകല സ്ഥലവും പരിശോധിച്ചിട്ടും ആ മെയിലുകളിൽ സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു കാര്യവും പോലീസിന് കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ച് അവിടുന്ന് പിന്തിരിയാൻ പോയ പോലീസ് സംഘം അവസാനം ഒരു തീരുമാനമെടുത്തു. ബെഡ്റൂമുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് അവർ കടന്നത്.
വലിയ വീടാണ്. അതിനകത്ത് ധാരാളം ബെഡ്റൂമുകളുണ്ട്. ഓരോ ബെഡ്റൂമും അവർ വിശദമായി പരിശോധിച്ചു തുടങ്ങി. മ്യൂസിന്റെ പ്രധാന ബെഡ്റൂമാണ് ആദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ ബെഡ്റൂമിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ശരിക്കും ആ ബെഡ്റൂമിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ ബെഡ്റൂമിലെ അലമാര, ചുവരുകൾ, അതുപോലെ കട്ടിൽ എല്ലാം അവിടെ നിന്ന് ഇളക്കി മാറ്റിയൊക്കെ നോക്കിയാണ് പോലീസ് നോക്കുന്നത്. ചുവരലമാര ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ആ അലമാരയ്ക്കകത്ത് പല സാധനങ്ങളിട്ട് തള്ളിയൊക്കെ നോക്കി പോലീസ് പരിശോധിക്കുകയാണ്. എന്തോ ചില കാര്യങ്ങൾ ആ വീടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുവെന്ന് ആ ഓസ്ട്രിയൻ സ്റ്റുഡന്റ് വ്യക്തമായും പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള 3 മാസത്തെ അവന്റെ നിരന്തരമായ മെയിലിംഗ് വഴി അവൻ കരസ്ഥമാക്കിയ അറിവുകൾ വളരെ കൂടുതലാണ്. ആ അറിവുകളെ വ്യക്തമായി അനലൈസ് ചെയ്ത വിദ്യാർത്ഥി ഫ്രാങ്കി എന്ന ആ യൂസർ നെയിം ഉപയോഗിക്കുന്ന ആള് മനുഷ്യമാംസം ഭക്ഷിക്കുന്നുവെന്ന് വ്യക്തമായും പോലീസിനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ശൈലിയിൽ ഒന്നും തന്നെ ആ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയില്ല. പ്രധാന ബെഡ്റൂമിൽ നിന്ന് പോലീസ് മറ്റ് ബെഡ്റൂമുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഓരോ റൂമും കയറി ഇറങ്ങുമ്പോൾ നിരാശയാണ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ 4ാമത്തെ റൂമിൽ പോലീസ് നടത്തിയ ആ അന്വേഷണത്തിന് പെട്ടെന്നാണ് ഒരു ഫലമുണ്ടായത്. അവിടെയുള്ള ചുവരലമാര പോലീസ് ഒന്ന് തള്ളിയപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ അലമാരയ്ക്കുള്ളിൽ ഒരു വാതിലുണ്ട്. ആ വാതിലിനെ മറച്ചിട്ടാണ് അലമാര വെച്ചിരിക്കുന്നത്. പോലീസ് സംഘം ആ വാതിൽ വഴി അകത്തേക്ക് കടന്നപ്പോൾ അതൊരു രഹസ്യ അറയാണ്. ആ രഹസ്യ അറയിലേക്ക് കാല് വെച്ച പോലീസ് ശരിക്കും ഞെട്ടിത്തരിച്ചങ്ങനെ നിന്നു പോവുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു അറയിലേക്കാണ് പോലീസ് കടക്കുന്നത്. അവിടെ ഒരു ഇരുമ്പ് കട്ടിൽ കിടപ്പുണ്ട്. അതിനടുത്തായി 2 നൈറ്റ് സ്റ്റാൻഡുകളുണ്ട്. ആ റൂമിൽ കാണുന്ന ഓരോ കാഴ്ചകളും ശരിക്കും പോലീസിനെ ഞെട്ടിക്കുന്നതാണ്. അവിടെ ഒരു വശത്തായിട്ട് നീളമുള്ള 2 ചാട്ടവാറുകൾ ഇരിപ്പുണ്ട്. ഒരു ചാട്ടവാറിന്റെ അറ്റം 9 ചെറിയ കഷ്ണങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. ആ ചാട്ടവാർ ഇങ്ങനെ എടുക്കുമ്പോൾ 9 തൂവലുകൾ പോലെ നമുക്ക് ചാട്ട നീണ്ടു നിൽക്കുന്നത് കാണാം. മറ്റൊരു ചാട്ട പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചാട്ടയാണ്. അതിനു പുറമെ ഏതാണ്ട് ഇത്രയും നീളം വരത്തക്ക ശൈലിയുള്ള ഒരു ആക്സ് ഉണ്ട്. പിന്നെ കത്തിയുണ്ട്. ഇതിനൊക്കെ പുറമെ 2 അടിപൊളി മാൻക്വിനുകളുണ്ട്. നമ്മൾ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ പ്രതിമകൾ വെച്ചിട്ടില്ലേ, ആ മാൻക്വിനുകൾ. ഇവിടെ കാണുന്നത് റബ്ബറിൽ ഉണ്ടാക്കിയ 2 മാൻക്വിനുകളാണ്. അവിടെ പിന്നീട് കാണുന്നത് ശരിക്കും 2 കപ്പികളുള്ള ഒരു സംഭവമാണ്. ആ റൂമിന്റെ മുകളിലായിട്ട് ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്തിലൂടെ കയറ് താഴേക്കിട്ട് കപ്പി കൊരുത്ത് ഏതെങ്കിലും സാധനം വലിച്ചുയർത്താൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ മുറിക്കകത്ത് കപ്പി കൂടെ എന്താ വലിച്ചുയർത്താനുള്ളത്? അതുപോലെ ആക്സും ഈ ബാക്കി സംവിധാനങ്ങളൊക്കെ എന്തുദ്ദേശത്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെയാണ് ചുവരിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ കൊളുത്തുകൾ ഉണ്ടാക്കുന്ന ചോദ്യം. സാധാരണ ഇറച്ചിക്കടയിൽ നമ്മൾ കാണുന്ന ശൈലിയുള്ള കൊളുത്തുകളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട പോലീസിന് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സാധനങ്ങൾക്ക് പുറമെ അവിടെ ആ സ്റ്റോറിൽ ഒരു വലിയ അലമാരയുണ്ട്. പോലീസ് ആ അലമാര തുറന്നു. ആ അലമാരയ്ക്കകത്ത് പോലീസ് കാണുന്നത് അടുക്കി വെച്ചിരിക്കുന്ന കുറെ ഡിസ്കുകളാണ്, ഫ്ലോപ്പി ഡിസ്കുകൾ. ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടറിൽ ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കുന്നവരാണ്. ആ ഫ്ലോപ്പി ഡിസ്കുകൾക്ക് പുറമെ കുറെ വീഡിയോ കാസറ്റുകളുണ്ട്, ധാരാളം മാഗസിനുകളുണ്ട്. ആ മാഗസിനുകൾ പോൺ മാഗസിനുകളാണ്. പോലീസ് ആ വീഡിയോ കാസറ്റ് പ്ലെയറിൽ ഒരു വീഡിയോ കാസറ്റ് ഇൻസെർട്ട് ചെയ്ത് അതൊന്ന് പ്ലേ ചെയ്തു. ആ വീഡിയോ ഈ ആളുകളെ ശരിക്കും ശാരീരികമായി ഉപദ്രവിക്കുന്ന ശൈലിയിലുള്ള ഒരു സിനിമയുമായി കണക്ട് ചെയ്ത വീഡിയോ ആണ്. പോലീസ് ഒരുപാട് വീഡിയോകൾ നോക്കി. എല്ലാം സിനിമകളുമായി ബന്ധിപ്പിച്ച വീഡിയോസ് ആണ്. ഇവനെന്തിനാ ഇത്രയേറെ സിനിമ വീഡിയോസ്, അതും ഈ ക്രൂരത തിളങ്ങി നിൽക്കുന്ന വീഡിയോസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണത്. തികച്ചും അമ്പരപ്പിക്കുന്ന വിഷ്വലുകളുടെ ഒരു വൻ ശേഖരത്തിലേക്ക് സാവധാനം പോലീസ് കടക്കുകയാണ്. പോലീസ് ഈ സമയത്താണ് അവിടെ നേരത്തെ അടുക്കളയിൽ കണ്ട ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന മാംസത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ കാണുന്ന വിഷ്വലുകളും ആ മാംസം തമ്മിൽ എന്തോ ഒരു ബന്ധം അത് പോലീസിന് ഫീൽ ചെയ്തതും ആ മാംസത്തെ ലാബിലേക്ക് ടെസ്റ്റിന് വേണ്ടി എടുപ്പിച്ച് പോലീസ് അയച്ചു. 30 കിലോ ഇറച്ചിയാണ് പോലീസ് കസ്റ്റഡിയെടുത്ത് ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് എന്ത് ഇറച്ചിയാണ് എന്ന ചോദ്യം പോലീസ് സ്വാഭാവികമായി മ്യൂസിനോട് ചോദിച്ചു. മ്യൂസ് അത് പന്നി ഇറച്ചിയാണെന്ന് പറയുകയും ചെയ്തു. പന്നികളെ കൊല്ലുന്നത്, പശുക്കളെ കൊല്ലുന്നത്, കോഴികളെ കൊല്ലുന്നത്, അതുപോലെ മാനിനെ കൊല്ലുന്നത്, അങ്ങനെ തുടങ്ങിയുള്ള വിഷ്വലുകളുള്ള ധാരാളം വീഡിയോസും ഈ മ്യൂസിന്റെ ശേഖരത്തിലുണ്ട്. എല്ലാം ഈ കൊലപാതകങ്ങളാണ്. മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് മൃഗങ്ങളുടെ മുഖത്തുണ്ടെന്ന ഭാവമാറ്റമൊക്കെ നന്നായി ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോസ് വരെ മ്യൂസിന്റെ ശേഖരത്തിനകത്തുണ്ട്. അത് കാണുമ്പോൾ അവനെന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള വീഡിയോസ് അവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും പോലീസിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാനായി
മ്യൂസിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവിടെ കിടന്ന ചാട്ടവാർ എന്തിനാന്ന ചോദ്യത്തിന് ചാട്ടവാർ എന്തിനാ ആ ചോദ്യം അവൻ തിരിച്ചു ചോദിക്കുകയാണ്. പോലീസിന് അറിയാം ചാട്ടവാർ എന്തിനാണെന്ന്. ആളുകളെ അടിക്കാനോ കുതിരയെ അടിക്കാനോ ഒക്കെയാണ് നമ്മൾ സാധാരണ ചാട്ടവാർ ഉപയോഗിക്കുക. പോലീസ് ആ കാര്യം അങ്ങനെ പറഞ്ഞതും മ്യൂസും പോലീസിനോട് പറഞ്ഞു, അതെ ഞാനും അതിനൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. ഈ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് കണ്ടിരിക്കുന്നതുകൊണ്ട് ഇവൻ ഇനി കന്നുകാലികളെ അങ്ങനെ ചാട്ട കൊണ്ട് അടിച്ചതിന് ശേഷം അവയെ കൊല്ലുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ആ ഒരു ചോദ്യം പോലീസിന്റെ ഉള്ളിലുണ്ട്. എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻ മ്യൂസുമായി ബന്ധിപ്പിച്ചുണ്ട്. ചാട്ടയ്ക്കോ ഒപ്പമുള്ള ആ ആക്സ് അതൊരു കൺഫ്യൂസിങ് ആയ സാധനമാണ്. അത് പന്നിയും അതുപോലെ കന്നുകാലികളെയൊക്കെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാനാണ് അവൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അതെന്താണ് ഇത്ര രഹസ്യമായിട്ട് ആ ബെഡ്റൂമിനകത്ത് പ്രത്യേക അറയുണ്ടാക്കി കൊണ്ടുവയ്ക്കണം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനും അവന് യുക്തിഭദ്രമായ മറുപടി ഉണ്ട്. സാറേ, ഇതൊക്കെ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പം ഇതൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അതൊക്കെ പുറത്തു കിടന്നാൽ ഇവിടെ വരുന്ന പിള്ളേരാരെങ്കിലും അത് കാണും, അവരാരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചകത്തേക്ക് വെച്ചെന്നേ ഉള്ളൂ. താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കളയാതെ സൂക്ഷിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിൽ ഒരു തെറ്റും ആർക്കും ആരോപിക്കാൻ പറ്റില്ല. മ്യൂസിന്റെ മറുപടികളും മ്യൂസിന്റെ ആ മുറിയിൽ നിന്ന് ശേഖരിച്ച ഐറ്റംസും ഒക്കെ പോലീസ് പരിശോധിച്ചിട്ടും പോലീസിന് ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷെ എവിടെയോ ഒരു കൺഫ്യൂഷൻ അതുണ്ട്. അക്കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. പോലീസ് ആ ഓസ്റ്റിൻ വിദ്യാർത്ഥി നൽകിയ ആ മെയിലുകൾ മുഴുവൻ സൂക്ഷ്മമായി പഠിച്ചതാണ്. ആ മെയിലുകളിൽ ഫ്രാങ്കി എന്ന യൂസർ നെയിമുള്ള ആള് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ആ ഓസ്റ്റിൻ വിദ്യാർത്ഥിയോട് സംസാരിച്ചിട്ടുണ്ട്. ഫ്രാങ്കി എന്ന ആ യൂസർ നെയിം ഉപയോഗിക്കുന്ന ആള് ഈ മ്യൂസ് ആണെന്ന് 100% ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോ മ്യൂസിന്റെ വസതിയിൽ നിൽക്കുന്നത്. ഇനി അവർക്ക് തെറ്റിയോ? ആ ഒരു ചോദ്യം അന്വേഷണ സംഘത്തിൽ പലർക്കും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കിട്ടിയ സാധനങ്ങൾ സസൂക്ഷ്മം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അവർ തീരുമാനിച്ചു. 2002 ഡിസംബർ 11 പോലീസ് അവിടെ ഈ തിരച്ചിൽ നടത്തിയത്. അവര് മ്യൂസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് മുഴുവൻ പരിശോധിക്കുകയാണ്. 11-ാം തീയതി 12-ാം തീയതി 12-ാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞോടുകൂടി ഞെട്ടിപ്പിക്കുന്ന ചില വിഷ്വലുകൾ അവർക്ക് കിട്ടിത്തുടങ്ങി. അവരെ കണ്ട ആ കാഴ്ച അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്പരന്ന് പോയ ആ ടീം ഡിസംബർ 13 മ്യൂസിന്റെ വസതിയിൽ പുതിയ സെർച്ച് നടത്തി. മ്യൂസിന്റെ സഹായത്താൽ ആ സെർച്ച് നീണ്ടത് ആ പൂന്തോട്ടത്തിലേക്കാണ്. ആ ഗാർഡനകത്ത് പോലീസ് മ്യൂസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കുഴിച്ച് കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ്. അവർക്ക് ഒരു തലയോട്ടി അവിടെ നിന്ന് കിട്ടി. അതോടൊപ്പം കുറച്ച് എല്ലുകൾ, 2 കൈയുടെയും കാലിന്റെയും അതുപോലെ കാൽപാദത്തിന്റെയും എല്ലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയൊക്കെ നഷ്ടമായി കഴിഞ്ഞു. ആ തലയോട്ടി ആരുടേതാണെന്ന് മ്യൂസ് പോലീസിനോട് പറയുകയും ചെയ്തു. അയാൾ അത് സമ്മതിച്ചതും പോലീസ് ആ തലയോട്ടിയും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ലാബിലേക്ക് ടെസ്റ്റിന് വേണ്ടി അയച്ചു. ഈ കാലഘട്ടത്തിൽ DNA പരിശോധന കോമണായി വരികയാണ്. മ്യൂസ് പറഞ്ഞ വ്യക്തിയുടേതാണ് ആ മെറ്റീരിയൽസ് എന്ന് തെളിയിക്കാൻ DNA പരിശോധന അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ആ സാധനങ്ങളൊക്കെ ടെസ്റ്റിന് അയച്ച പോലീസ് വീണ്ടും മ്യൂസിനെ ചോദ്യം ചെയ്തു തുടങ്ങി. മ്യൂസിനെ ചോദ്യം ചെയ്ത പോലീസ് മ്യൂസിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ കളക്ട് ചെയ്തു. അതിലേക്ക് അടിസ്ഥാനത്തിൽ ചാർജ് ഷീറ്റ് മ്യൂസിനെതിരെ തയ്യാറാക്കി വരുമ്പോഴാണ് ആദ്യം ലാബിലേക്ക് അയച്ച ആ മാംസത്തിന്റെ പരിശോധനാ ഫലം ലാബുകാര് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് മനുഷ്യ മാംസമാണ്. ആ മനുഷ്യ മാംസത്തിന്റെ ഉടമയുടെ ബോഡിയിൽ നിന്ന് വേർപെട്ടിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി കൊല്ലപ്പെട്ടിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നുള്ള 30 കിലോഗ്രാം മാംസമാണ് അവിടെ ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് പോലീസ് കണ്ടെത്തി ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് ആരുടെ മാംസമാണ് എന്നതിനെ കുറിച്ച് മ്യൂസ് വ്യക്തമായും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതുകൂടി കൂട്ടിച്ചേർത്താണ് ആ ചാർജ് ഷീറ്റ് തയ്യാറാക്കി ആ ചാർജ് ഷീറ്റ് കോടതിയിൽ പോലീസ് എത്തിച്ചത്. പ്രോസിക്യൂഷൻ ആ കേസ് കോടതിയിൽ വിചാരണയ്ക്കെടുത്തപ്പോൾ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കാര്യം ശരിയാണോ എന്ന് അറിയാനായി പ്രോസിക്യൂഷൻ ഒരു തെളിവ് ജഡ്ജിക്ക് മുന്നാകെ അവതരിപ്പിച്ചു. അതൊരു വീഡിയോ കാസറ്റാണ്. ആ വീഡിയോ കാസറ്റ് ജഡ്ജിയുടെ മുന്നിലുള്ള TV-യിൽ പ്ലേ ചെയ്തു. ആ വീഡിയോ കാസറ്റ് പ്ലേ ചെയ്തു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതും ശരിക്കും ജഡ്ജി അയാളിരുന്ന കസേരന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ശരിക്കും ജഡ്ജിയുടെ ബോധം പോകത്തേക്കുള്ള വിഷ്വലുകളാണ് ജഡ്ജി ആ സമയത്ത് TV കണ്ടത്. ജഡ്ജി മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹായികളായി നിന്ന ആളുകളും ആ TV കാണുന്ന വിഷ്വല് കണ്ട് ഏതാണ്ട് ഞെട്ടി തരിച്ച് സ്തംഭിച്ച് അങ്ങനെ നിന്ന് പോവുകയാണ്. ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ജഡ്ജി ആ വിഷ്വലുകൾ കണ്ടത്. ഈ സമയത്ത് ആ വിഷ്വൽ കാണാൻ പറ്റാത്ത ആളുകൾ കോർട്ടിന്റെ പിൻഭാഗത്തുണ്ട്. അവരൊക്കെ ജഡ്ജി മറിഞ്ഞു വീണ കണ്ടിരുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് ആർക്കൊരു പിടിയില്ല. ഇതിനിടയിൽ ആരോ ആ TV ഓഫാക്കുകയും ചെയ്തു. ജഡ്ജി കണ്ടിരിക്കുന്ന ആ വിഷ്വൽ അത് പിറ്റേന്ന് വലിയ വാർത്തയായി മാറി. ഒരുപാട് ക്രിമിനലുകളെ കാണുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ള ആ ജഡ്ജിയെ വരെ ഭയപ്പെടുത്തുന്ന ശൈലിയിൽ അല്ലെങ്കിൽ ബോധരഹിതനാക്കുന്ന ശൈലിയിലുള്ള വിഷ്വലുകൾ അതാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. എന്താണ് ആ വിഷ്വൽ? ആ ചോദ്യം പത്രക്കാർ സ്വാഭാവികമായും പോലീസിനോട് ചോദിച്ചു. പോലീസ് പറഞ്ഞ മറുപടി കോട്ട് ചെയ്താണ് പിറ്റേ ദിവസം പത്രങ്ങളിൽ ആ വാർത്ത വരുന്നത്. ആ വാർത്ത വായിച്ച എൻറ്റയർ ആളുകളും ശരിക്കും നിശ്ചലരായി ആ പത്രത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. TV വാർത്തകളിലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. TVയിലൂടെ പറയുന്ന കാര്യം ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ വായിച്ചതും കണ്ടതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിൽ നടക്കാൻ സാധ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് ആളുകൾ ഇതുവരെയും ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ കേട്ടത്, കണ്ടത്, വായിച്ചത് നടന്നൊരു കാര്യമാണ്. ആ കാര്യം കേട്ടാൽ ശരിക്കും നമ്മളും ഒന്ന് ഞെട്ടും. ഈ ആർമേസ് മ്യൂസ് ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്നും അറിയുമ്പോഴാണ് നമ്മുടെ ആ ഞെട്ടലിന്റെ വ്യാപ്തി കൂടുക. ആർമേസ് മ്യൂസിന്റെ അമ്മ അവളുടെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചപ്പോൾ അതിൽ ജനിച്ച പുത്രനാണ് ആർമേസ് മ്യൂസ്. അവന്റെ അച്ഛൻ ആർമേസ് മ്യൂസിനോട് ശരിക്കും അടുപ്പമുണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം എപ്പോഴോ മ്യൂസിന്റെ അമ്മയുമായിട്ട് പൊരുത്തപ്പെടില്ല എന്ന് ബോധ്യമായപ്പോൾ അവരെ ഉപേക്ഷിച്ചു. അതിനുശേഷം മ്യൂസിന്റെ അമ്മ ഒരു വിവാഹം കൂടി കഴിച്ചു. ആ വിവാഹവും അതേ നാള് മുന്നോട്ട് പോയില്ല. അവര് ആ ആളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചതിന് ശേഷം മ്യൂസിനെ മറ്റു കുട്ടികൾക്കൊപ്പം അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മ്യൂസിന്റെ ലോകം അവന്റെ അമ്മ മാത്രമായി മാറുകയായിരുന്നു. അവന്റെ ആ മെച്യൂരിറ്റി പ്രായം നമുക്കൊരു 14 വയസ്സെന്ന് പറയാം. ആ സമയത്ത് അവന്റെ അമ്മ അവനോട് ഒരു കാര്യം പറഞ്ഞു: ഇനി പെൺകുട്ടികളുമായി നീ ഇടപെടാൻ പാടില്ല. പെൺകുട്ടികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. അങ്ങനെ പറഞ്ഞ് മകനെ പെൺകുട്ടികളുമായി ഇടപഴകുന്നതിൽ നിന്ന് വിലക്കിയ ആ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ അവൻ ആൺകുട്ടികളുടെ ഏതെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ പെൺകുട്ടികൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ അവനോടൊപ്പം പോകുന്ന ഒരു പതിവുണ്ട്. അമ്മയില്ലാത്ത ഒരു ഗെറ്റ് ടുഗദറും അമ്മ പങ്കെടുക്കാത്ത ഒരു ഡേറ്റിംഗ് പരിപാടിയും മ്യൂസിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടേയില്ല. കാലം മുന്നോട്ട് പോകുന്നതിനിടയിൽ അവന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ ബന്ധത്തെക്കാൾ അവന് കൂടുതൽ ഇഷ്ടം തോന്നിയത് അവനോടൊപ്പം സഹകരിക്കുന്ന ആണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധം അങ്ങനെ സജീവമായി വരുന്നത് അവൻ ഈ ആർമിയുടെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഏകദേശം 8 കൊല്ലത്തോളം അവന് വീടിനടുത്തുള്ള ആർമി ക്യാമ്പിൽ ഒരു നോൺ കമ്മീഷൻഡ് ഓഫീസറായി ആർമീസ് മ്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അവന് മിക്കവാറും വീട്ടിൽ വന്നു പോകാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ഈ ആർമി ക്യാമ്പിലെ പട്ടാളക്കാര് എല്ലാം ഏതാണ്ട് പുരുഷന്മാരാണല്ലോ. അവരുമായിട്ടുണ്ടായിരുന്ന അടുപ്പം അവനെ കൂടുതൽ പുരുഷന്മാരിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പെണ്ണുങ്ങളുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ ബന്ധങ്ങൾ അമ്മ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അതിനകത്ത് വലിയ താല്പര്യം കാണിക്കാതിരിക്കുകയാണ്. ശരിക്കും ആദ്യം ഒരു 8 കൊല്ലവും പിന്നീട് ഒരു 5 കൊല്ലം കൂടി ചേർത്ത് 13 കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ അവൻ ആർമിയിൽ നിന്ന് അങ്ങ് വിട്ടു. അതിനുശേഷം വേറെ ചില ആക്ടിവിറ്റീസിൽ സജീവമായി നിൽക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ മരണമുണ്ടാകുന്നത്. അത് സംഭവിക്കുന്നത് 99-ലാണ്. ശരിക്കും ഈ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവൻ ഒരു പെൺകുട്ടിയുമായി എൻഗേജ്ഡ് ആയിരുന്നു. ആ പെൺകുട്ടിയുമായി അടുപ്പത്തിലായപ്പോഴാണ് അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിക്ക് അവന്റെ അമ്മയുടെ സ്വഭാവമാണ്. അവന്റെ അമ്മയെ സഹിക്കുന്ന കാര്യമേ പാടാണ്. പിന്നെ കാമുകിക്കും ആ സ്വഭാവമായാലും ആ ഒറ്റ കാരണത്താൽ അവൻ ആ പെൺകുട്ടിയെ ഒഴിവാക്കിയിരുന്നു. ഇതിനു ശേഷമാണ് അവന്റെ അമ്മ മരിക്കുന്നത്. ശരിക്കും അവൻ ഈ ആർമിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു IT സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ബാങ്കുകൾ അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ 90-കൾ എന്ന് പറയുന്നത്. ഒരുപാട് IT കൺസൾട്ടന്റുകൾ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയമാണ്. അത്തരത്തിലൊരു കൺസൾട്ടന്റ് ആയിരുന്നു മ്യൂസ്. ആ സമയത്ത് അവൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കുന്ന മിക്കവാറും അവനെയാണ്. ഈ അവധി ദിവസങ്ങളിലോ വൈകുന്നേരമൊക്കെ കുട്ടികളെ നോക്കുന്ന ജോലി വളരെ സന്തോഷത്തോടെ മ്യൂസ് ഏറ്റെടുക്കുമായിരുന്നു. അതോടൊപ്പം ഈ ക്രിസ്മസ് ഒക്കെ നടക്കുന്ന സമയത്ത് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കിട്ടുന്നതും മ്യൂസാണ്. അങ്ങനെ മ്യൂസിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ മ്യൂസിന്റെ പുറത്തുള്ള വേഷമാണെങ്കിൽ അകത്ത് മറ്റൊരു മ്യൂസ് ശരിക്കും വളരെ സജീവമായി വളർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മ്യൂസാണ് നേരത്തെ നമ്മൾ കണ്ട ആ ജഡ്ജിയെ ബോധം കെടുത്തിയത്. ശരിക്കും ആ ജഡ്ജിയെ ബോധം കെടുത്തിയ മ്യൂസിന്റെ ജനനം വളരെ നേരത്തെ സംഭവിച്ചിരുന്നു. മ്യൂസ് ചെറുതായിരിക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് ഗ്രാമത്തിലേക്ക് അവന്റെ അമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട്. അവിടെ അവൻ അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവന് ഒരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. കന്നുകാലികളെ അറുക്കുന്ന കാഴ്ചയാണ് അവൻ കാണുക. ധാരാളം മാംസാഹാരം ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയ ഒരു ജനതയാണ് അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ ഉള്ളത്.
അവരുടെ ആഹാരത്തിന്റെ ഭാഗമായിട്ട് കന്നുകാലികളെ കൊല്ലുക, മാനിനെ കൊല്ലുക, മുയലിനെ കൊല്ലുക, പന്നിയെ കൊല്ലുക. ഇതൊക്കെ ഒരു സ്ഥിരം സംഭവമാണ്. ഈ ജീവികളെയൊക്കെ കൊല്ലുന്ന ആ കാഴ്ച അത് ഈ കുഞ്ഞ് മ്യൂസിന് വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അവനത് പോയി നോക്കി നിൽക്കും. ആടിനെയും പശുവിനെയും കാളയും പോത്തിനെയും പന്നിയെയൊക്കെ അങ്ങനെ വെട്ടിമുറിക്കുമ്പോൾ അവ കരയുന്ന ആ രംഗം, അവയുടെ ആ അലനുള്ള കരച്ചിൽ, അതെല്ലാം മ്യൂസിന് വല്ലാത്തൊരു ത്രില്ല് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ ആകാൻ വേണ്ടി അവൻ കാത്തിരിക്കും. വെക്കേഷൻ ആവുന്നതും അവൻ അമ്മയോട് യാത്ര പറഞ്ഞ് ഓടിയെത്തും അവൻ്റെ ആ ബന്ധു വീട്ടിൽ. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ്. ഒന്നുമില്ലെങ്കിൽ കോഴിയെ കൊല്ലുന്നെങ്കിലും അവന് കാണാൻ പറ്റും. കോഴിയെ കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന മ്യൂസിന് സാവധാനം ആ ബന്ധു വീട്ടുകാർ കോഴിയെ കൊല്ലുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഒരു കോഴിയെ എടുത്തിട്ട് കഴുത്തിങ്ങനെ പിരിച്ചു കൊല്ലുന്ന ആ അനുഭൂതി സ്വയം അനുഭവിച്ചറിഞ്ഞ മ്യൂസ് പിന്നീട് ആർക്ക് കോഴിയെ കൊല്ലണമെങ്കിലും താൻ കൊന്നുകൊടുക്കാം എന്ന് പറയുന്ന ശൈലിയിലേക്ക് എത്തി. കോഴിയെ കൊന്നു തുടങ്ങിയ മ്യൂസ് പിന്നീട് മുയലിലേക്കും മറ്റ് മൃഗങ്ങളിലേക്കൊക്കെ ആ ആക്ടിവിറ്റി വ്യാപിപ്പിച്ചു. പന്നിയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷെ അത് വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ മ്യൂസിന് വല്ലാത്തൊരു താല്പര്യമാണ്. അവൻ പോലും അറിയാതെ അവനിൽ ഒരു ബുച്ചർ, ഇറച്ചി വെട്ടുകാരൻ ഉണ്ടായി വരികയാണ്. അങ്ങനെയാണ് അവന്റെ തൂലിക നാമധേയം ദ മാസ്റ്റർ ബുച്ചർ എന്നാകുന്നത്. ശരിക്കൊരു മാസ്റ്റർ ബുച്ചർ ആവാൻ അവനൊരു വല്ലാത്ത താല്പര്യമുണ്ട്. മ്യൂസിന്റെ മനസ്സിൽ സാവധാനം മറ്റൊരു ആഗ്രഹം കടന്നു വരികയാണ്. ഇതേ ശൈലിയിൽ മനുഷ്യരെ മുറിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും? കോഴിയും മുയലിനെയും പന്നിയൊക്കെ മുറിച്ചാൽ ആ മാംസകഷ്ണത്തെ അതീവ ഭംഗിയായി രുചിക്കൂട്ടുകൾ ചേർത്ത് ഇറച്ചിയാക്കി മാറ്റി പൊരിച്ചും കറിവെച്ചൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. അതേ ശൈലിയിൽ മനുഷ്യരെ അങ്ങനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ട് അതിനെ നല്ല മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു വല്ലാത്ത ഫാന്റസി. അതാണ് ശരിക്കും മ്യൂസിന്റെ മനസ്സിലുണ്ടായത്. ആ ഫാന്റസി എങ്ങനെ വളർന്നു വന്നപ്പോൾ മ്യൂസ് അവൻ പോലും അറിയാതെ ഒരു കഥാപാത്രത്തെ കുഞ്ഞുനാളിലെ സൃഷ്ടിച്ചിരുന്നതിനെ എടുത്ത് പതുക്കെ പുറത്തേക്ക് വെക്കുകയാണ്. ശരിക്കും അവന്റെ കളിക്കൂട്ടുകാരനായി അവൻ സ്വയം ഉണ്ടാക്കിയെടുത്ത കഥാപാത്രത്തിന്റെ പേരാണ് ഫ്രാങ്കി. സ്കൂളിൽ അവനൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരന്റെ മാനറിസം ഒക്കെ ചേർത്തിട്ടാണ് ഫ്രാങ്കി എന്ന കഥാപാത്രത്തെ ഈ മ്യൂസ് സ്വയം സൃഷ്ടിച്ചത്. ഈ ഫ്രാങ്കി അല്ലാതെ അവന് വേറെ സുഹൃത്തുക്കളില്ല. നേരത്തെ അവനൊരു പൂച്ച സുഹൃത്തായി ഉണ്ടായിരുന്നു. ആ പൂച്ച മരിച്ചുപോയി. അവനേറെ ഇഷ്ടമുണ്ടായിരുന്ന അവന്റെ ഗ്രാൻഡ്മ മരിച്ചു. അപ്പൊ അവൻ ഒറ്റപ്പെട്ട സമയത്താണ് ഈ സാങ്കല്പിക സൃഷ്ടിയായ ഫ്രാങ്കി അവന്റെ മനസ്സ് കീഴടക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ ഫ്രാങ്കിയും ഒരാൾ അവനും എന്ന ശൈലിയിൽ പരസ്പരം സംസാരിക്കും. അവൻ തന്നെ എണീറ്റ് നിന്ന് ഫ്രാങ്കിയായിട്ട് അവനോട് സംസാരിക്കും. തിരിച്ച് കസേര വന്നിരുന്ന് അവൻ ഫ്രാങ്കിയോട് മറുപടി പറയും. അങ്ങനെയുള്ള ഒരു ദ്വന്ദ്വ വ്യക്തിത്വം അവൻ സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ആദ്യമൊക്കെ അങ്ങനെ എണീറ്റ് നിന്നൊക്കെ അവന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ അവന്റെ മനസ്സിനകത്ത് രണ്ട് രൂപങ്ങൾ അവനെ ഈസിയായി സൃഷ്ടിക്കാൻ പറ്റി. ഒരാൾ മ്യൂസ്, മറ്റാൾ ഫ്രാങ്കി. ഫ്രാങ്കിയും മ്യൂസും ശരിക്കും അവന്റെ ബോഡിക്കുള്ളിലെ രണ്ട് വ്യക്തികളായി വളരുകയാണ്. ഫ്രാങ്കി എന്തും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു അമാനുഷിക പരിവേഷമുള്ള കഥാപാത്രമായി മ്യൂസിങ്ങിനെ വളർത്തിയെടുക്കുകയാണ്. ശരിക്കും നല്ല ത്രില്ലടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആള്, അതാണ് ഫ്രാങ്കി. ഫ്രാങ്കിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഫ്രാങ്കി പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കും. അങ്ങനെയാണ് ഫ്രാങ്കിക്ക് വേണ്ടി മ്യൂസ് ഒരു സൈറ്റിനകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ആ സൈറ്റിനകത്തേക്ക് ഫ്രാങ്കി എന്ന പേരിൽ അവൻ കയറുന്നതിന് മുന്നേ യഥാർത്ഥത്തിൽ ആ സൈറ്റിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവൻ സ്പെഷ്യലൈസ് ചെയ്തത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില ആക്ടിവിറ്റീസ് വഴിയാണ്. ഒരുപാട് പോൺ മാഗസിനുകൾ സജീവമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഒരുപാട് മാഗസിൻസ് ഉണ്ട്. ആ മാഗസിനുകൾ ഇഷ്ടംപോലെ തെരുവിൽ വാങ്ങാൻ കിട്ടുകയും ചെയ്യും. അത്തരം മാഗസിനുകൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ മാഗസിനുകളെ ഒരു സ്പെഷ്യൽ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടി ഈ മ്യൂസിനുണ്ട്. ശരിക്കും മ്യൂസ് ആണോ പരിപാടി ചെയ്യുന്നത്, ഫ്രാങ്കി ആണോ പരിപാടി ചെയ്യുന്നത് ചോദിച്ചാൽ ഫ്രാങ്കി എന്നേ മ്യൂസ് ഉത്തരം പറയും. ഫ്രാങ്കി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ മാഗസിനുകളിൽ കാണുന്ന ന്യൂഡ് ബോഡികളുണ്ടല്ലോ, ആണിന്റെയും പെണ്ണിന്റെയൊക്കെ, ആ ബോഡികൾ ഭംഗിയായി കട്ട് ചെയ്തെടുക്കും. ആ ബോഡികളുടെ പാർട്സ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഒരു ഫ്രൈങ് പാനിന്റെ മുകളിൽ വെച്ച് ശരിക്കും പൊരിച്ചെടുക്കുകയാണ്. ആക്ച്വലി അതൊരു പേപ്പറാണ്. പേപ്പർ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ചെറിയ കാർഡ്ബോർഡിന്റെ മുകളിൽ ആ ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് ആ ചിത്രങ്ങൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഒരു പരിപാടിയും ഫ്രാങ്കിക്കുണ്ട്. അപ്പൊ കൂടുതൽ നേരം അതിങ്ങനെ പൊരിഞ്ഞു വരുമല്ലോ. പറ്റിയാൽ ഇറച്ചി കഷ്ണത്തിന്റെ മുകളിൽ ആ രൂപം വെച്ച് പിടിപ്പിച്ച് അതിനെ ഫ്രൈ ആക്കാനും ഫ്രാങ്കി മടിക്കാറില്ല. പുരുഷന്റെ ബോഡിയുടെ ചിത്രങ്ങളും സ്ത്രീയുടെ ബോഡിയുടെ ചിത്രങ്ങളും ഈ പോൺ മാഗസിനുകളിൽ കിട്ടുമല്ലോ. പക്ഷേ നമ്മുടെ ഫ്രാങ്കിക്ക് താല്പര്യം പുരുഷന്റെ ബോഡിയാണ്. അതിൻ്റെ അകത്താകുമ്പോൾ ലൈംഗിക അവയവങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനെയൊക്കെ മുറിച്ചെടുത്ത്
ഈ ഏതെങ്കിലും മാംസത്തിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ച് അതിനെങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഞരിപിരാ കഴിക്കും. അങ്ങനെ ഒരു വട്ട് പതുക്കെ പതുക്കെ ഫ്രാങ്കിയിൽ ഉണ്ടായി വരുമ്പോഴാണ് ഇന്റർനെറ്റ് അങ്ങ് പടർന്നു പിടിക്കുന്നത്. ശരിക്കും ഈ ഇന്റർനെറ്റ് വന്നില്ലെങ്കിലും ഫ്രാങ്കിക്ക് ഈ കച്ചവടം നിർത്തേണ്ടി വന്നനെ. അതിന്റെ കാരണക്കാരി അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ ഒരു ദിവസം കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കിച്ചൺ ആകെ ഈ ശൈലി വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. അമ്മ അവനെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു. ഏകദേശം ഒരു വർഷമാകുമ്പോൾ ഇന്റർനെറ്റിൽ ഫ്രാങ്കി എന്ന പേരിൽ മ്യൂസ് സജീവമായി കഴിഞ്ഞു. ഇത്രയും ദിവസം ആ പേപ്പർ ഒട്ടിച്ച് മാംസകഷ്ണങ്ങളിൽ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്ത് വേവിച്ച് പൊരിച്ചൊക്കെ കഴിച്ച ഫ്രാങ്കിക്ക് ഒറിജിനൽ മനുഷ്യന്റെ മാംസം കഴിച്ചാൽ എങ്ങനെയുണ്ടെന്നറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ ആ ആഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ ആരെങ്കിലും തട്ടണ്ടേ. കൊലപാതകം ചെയ്യാൻ മ്യൂസ് ഒരുക്കമല്ല. ഫ്രാങ്കിയെ കൊണ്ട് കൊല ചെയ്യിക്കാനും മ്യൂസ് ഒരുക്കമല്ല. കൊല ചെയ്യാതെ എങ്ങനെ ഒരാളുടെ ബോഡി കഴിക്കാം? അതോടൊപ്പം ഫ്രാങ്കി എന്ന ആ മ്യൂസിന് ഒരു മാനസിക വൈകൃതമുണ്ട്. അത് ഒരുതരം ഫെറ്റിഷ് ആക്ടിവിറ്റീസ് ആണ്. അത്തരം ആക്ടിവിറ്റിയിൽ താല്പര്യമുള്ള പുരുഷന്മാർ ഇഷ്ടംപോലെ ഈ സമൂഹത്തിലുണ്ടെന്ന് മ്യൂസിന് നന്നായിട്ട് അറിയാം. മ്യൂസിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ജീവിതത്തിനിടയിൽ മ്യൂസ് ജർമ്മനിയിലും US-ലും നെതർലൻഡ്സിലുമായി അനവധി പുരുഷ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവന് ഗേൾസുമായിട്ടും ബന്ധമുണ്ട്. ഈ ആളുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളും അതിന്റെ പാരമ്യത്തിൽ ചെയ്യുകയും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് മ്യൂസ് കടന്നിട്ട് കാലം ഒരുപാടായി കഴിഞ്ഞു. ഇനി അത് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കണം. അതിന്റെ മറ്റൊരു വർഷത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആളിലേക്ക് കടക്കണമെന്നാണ്. മ്യൂസ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി. മുഖത്തും ദേഹത്തും ഒക്കെ ഈ കെച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, നമ്മൾ ഈ ഭക്ഷണത്തിൽ തേക്കുന്ന കെച്ചപ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് അതിനെ മാംസമാണെന്ന് കരുതി കടിച്ചെടുത്ത് തിന്നുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടാക്കി. സ്വന്തം ശരീരത്തിൽ നിന്നാണെങ്കിലും മാംസം എടുത്ത് കഴിക്കാൻ ഒരു മൈൻഡ് സെറ്റ് ഈ മ്യൂസ് ഉണ്ടാക്കി വരികയാണ്. ഏതെങ്കിലുമൊക്കെ ഇറച്ചി കഷ്ണങ്ങൾ മുഖത്ത് പറ്റിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ കെച്ചപ്പൊക്കെ ഇട്ട് നല്ല രക്തത്തിന്റെ ഒരു ചുവ കൊണ്ടുവന്ന് അതിനെ അരിഞ്ഞെടുത്ത് കഴിക്കുന്ന ഒരു ശൈലി. ഇതങ്ങ് വെറുതെ ചെയ്യുകയല്ല, ഇത് മുഴുവൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യും. 2000-ന്റെ തുടക്കത്തിൽ മ്യൂസ് 60 അഡ്വർടൈസ്മെന്റ് ആണ് നള്ളോ എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ എനർജറ്റിക് ആയിട്ടുള്ള ഇതുപോലെ അവയവങ്ങൾ മുറിക്കാനും ഭക്ഷിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ആ പരസ്യം കാണുന്ന ആദ്യം ഒന്ന് അമ്പരന്ന് പോകും. പക്ഷെ ഈ പരസ്യം വന്നിരിക്കുന്ന ആ സൈറ്റ് ഇതുപോലുള്ള ആളുകൾ മാത്രം വരുന്നൊരു സൈറ്റാണ്. മനുഷ്യമാംസം ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് ധരിക്കുന്ന, അതുപോലെ ഒത്തിരിയേറെ ഫെറ്റിഷ് ആക്ടിവിറ്റികളിൽ ഇടപെടുന്ന, അതിൽ താല്പര്യമുള്ള ആളുകൾ മാത്രം വരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ വൈകൃത മനസ്സ് മാത്രമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. അവിടെയാണ് ഈ പരസ്യം നമ്മുടെ മ്യൂസ് ഇടുന്നത്. മ്യൂസിന്റെ ആ പരസ്യത്തിന് സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടായി. ഒത്തിരിയേറെ ആളുകൾ ആ അഡ്വർടൈസ്മെന്റിനോട് അനുകൂലമായി പ്രതികരിച്ചു. പക്ഷെ മ്യൂസ് വളരെ സീരിയസ് ആയിട്ടാണ് ആ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടപ്പോൾ മ്യൂസിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പതുക്കെ പിന്മാറി. അവര് കരുതിയത് ഇതൊരു ഫാന്റസി ചർച്ച മാത്രമാണെന്നാണ്. അവര് പലരും അവരെ മ്യൂസ് എങ്ങനെയാണ് കൊല്ലേണ്ടെന്നും ബോഡി പാർട്സ് ഭക്ഷിക്കേണ്ടെന്നൊക്കെ വളരെ മനോഹരമായിട്ട് ആ ചർച്ചയിൽ അവതരിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ മ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയതാണ്. ചിലരൊക്കെ മ്യൂസിനോട് പറയും, മ്യൂസേ ആദ്യം എൻ്റെ കൈ, പിന്നെ കാല്, പിന്നെ ഓരോ അവയവങ്ങളായി നീ അറുത്തറുത്തെടുക്കണം. എന്നിട്ട് അത് നല്ല എണ്ണയും മസാലയൊക്കെ ചേർത്ത് പൊരിച്ച് ഞരിപിരേ തിന്നണം. എനിക്ക് കൂടി തരണം. ഞാൻ മരിക്കുന്നത് വരെയും എനിക്ക് എന്നെ കഴിക്കണം. അങ്ങനെ പറഞ്ഞ ഒരു വിരുദ്ധൻ മ്യൂസ് സീരിയസ് ആണെന്ന് അറിഞ്ഞതും ആ നിമിഷം ആ സൈറ്റിൽ നിന്ന് മുങ്ങിന്ന് പറയാം. ഈ ശൈലിയിൽ മ്യൂസിന്റെ ആ ഭ്രാന്തമായ ശൈലിയിൽ പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആ ആളുകളൊക്കെയും കാര്യത്തോടെടുക്കുമ്പോൾ മുങ്ങിക്കളയും. ഈ നൂലോ എന്ന സൈറ്റിൽ വന്നതുപോലെ തന്നെ കാനിബൽ കഫേ എന്ന് പറയുന്ന സൈറ്റിലും മ്യൂസിന്റെ അഡ്വർടൈസ്മെന്റ് വന്നിരുന്നു. ഇതിൽ ഏതോ ഒരു സൈറ്റിൽ നിന്ന് മ്യൂസിന് അനുകൂലമായ ഒരു റിപ്ലൈ കിട്ടി. ശരിക്കും ഈ നള്ളോ എന്ന സൈറ്റ് പുരുഷന്മാരുടെ ഈ കാനബലിസവുമായി കണക്റ്റഡ് ആണ്. എന്നാൽ ഈ കാനിബൽ കഫേ സ്ത്രീകളുമായി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നള്ളോയിൽ നിന്നാണ് ആ റിക്വസ്റ്റ് വന്നിരിക്കാൻ സാധ്യത എന്നാണ് അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ലൂക്ക് എന്ന പേരുള്ള 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആദ്യം ഈ സ്ലാട്ടറിങ്ങിന് സമ്മതിച്ചത്. പക്ഷേ സംഭവം ഫൈനലൈസ് ചെയ്യുന്ന ആ സമയമായപ്പോൾ ലൂക്ക് മ്യൂസിനോട് പറഞ്ഞു ആ സ്ലാട്ടറിങ് നടത്താൻ അവന്റെ വീട്ടുകാര് തീരുമാനിച്ചു എന്നാണ്. 2001 ജനുവരി 7 അതിനുവേണ്ടി വീട്ടുകാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് ജനുവരി 7 ആ ദിവസം അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തത്. അന്നേ ദിവസം ആ 21 വയസ്സുകാരനെ സ്ലാട്ടർ ചെയ്ത് അവന്റെ ആഗ്രഹാനുസരണം മരിക്കാനായി
അവന്റെ വീട്ടുകാർ അവനെ അനുവദിക്കും. അതുകൊണ്ട് അവന് മ്യൂസിന്റെ ആക്ടിവിറ്റിയോട് ബന്ധപ്പെടാൻ പറ്റില്ല എന്ന ഒരു മെയിലാണ് ലൂക്ക് മ്യൂസിന് അയച്ചത്. ലൂക്കിന്റെ ആ മെയിലിന്റെ കോപ്പി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ട്. ലൂക്ക് പിന്മാറിയെങ്കിലും മറ്റൊരു വ്യക്തി മ്യൂസുമായി വളരെ സജീവമായി ഇടപെട്ടു തുടങ്ങി. അയാൾ ഒരു ഇറ്റലിക്കാരനാണ്. മാത്യു എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു ആഗ്രഹമുണ്ട്. അയാൾക്ക് മരിക്കാൻ താല്പര്യം ചാട്ടവാർ അടി ഏറ്റാണ്. നല്ല ചാട്ടവാർ കൊണ്ട് അയാളെ മ്യൂസ് മർദ്ദിച്ചുകൊണ്ടേയിരിക്കണം. ആ ചാട്ട അയാളുടെ പുറത്ത് ഇങ്ങനെ പതിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, വേദന കലർന്ന സുഖം, അത് അനുഭവിച്ച് മരിക്കണമെന്നാണ് മാത്യുയുടെ ആഗ്രഹം. അങ്ങനെ ഒരു സ്ഥലം പ്രിപ്പയർ ചെയ്യാൻ മാത്യു മ്യൂസിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് മ്യൂസ് അവന്റെ ആ 4ാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അഡീഷണൽ റൂം ബിൽഡ് ചെയ്യുന്നതും അതിനകത്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതും. അവൻ തന്നെ സ്വയം നിർമ്മിച്ച ഒരു ചാട്ടവാർ, അത് പ്രധാന ചാട്ടവാർ, അതിനൊപ്പം 9 വാലുകളുള്ള ഒരു ചാട്ടവാർ. ആ 2 ചാട്ടവാറും മാത്യുക്ക് വേണ്ടി അവൻ ഉണ്ടാക്കിയതാണ്. മാത്യു പറഞ്ഞ അനുസരിച്ചാണ് അവിടെ ആ റബ്ബർ കൊണ്ടുള്ള 2 മാൻകുനികൾ മ്യൂസ് സ്ഥാപിക്കുന്നത്. അതിനു പുറമെ മാത്യുക്ക് ഒരു ആഗ്രഹമുണ്ട്, തലകുത്തനെ നിൽക്കാനായി. അതിനുവേണ്ടിയാണ് ആ മുറിയിൽ മുകളിലായി കപ്പിയിടാനുള്ള ഒരു കൊളുത്തുണ്ടാക്കിയത്. അതിൽ കൂടി കയറിട്ട് കപ്പിയിലൂടെ മാത്യുയെ തലകുത്തനെ വലിച്ച് പൊക്കണം. അങ്ങനെ തല താഴെയും കാലും മുകളിലുമായിട്ട് മാത്യു നിൽക്കുമ്പോൾ മാത്യു ചാട്ട കൊണ്ട് മ്യൂസ് ആഞ്ഞടിക്കണം. അങ്ങനെ അടി കിട്ടുമ്പോൾ ഒന്ന് പുളയാൻ പറ്റും. ആ പുളച്ചിൽ ശരിക്കും വേദനാജനകമാണ്. ആ വേദന കണ്ട് സഹിക്കുമ്പോണ്ടല്ലോ അതുണ്ടാക്കുന്ന ഒരു ത്രില്ല്, അത് അനുഭവിക്കണം. അതാണ് മാത്യുയുടെ ആഗ്രഹം. മാത്യു പറഞ്ഞ അനുസരിച്ച് സകല സംവിധാനങ്ങളും മ്യൂസ് അവിടെ സെറ്റ് ചെയ്തു. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ബെഡ് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അതിനൊപ്പം ഒരു ടേബിൾ, ഒരു ഫോൾഡിംഗ് ടേബിളാണ്, മടക്കി വെക്കാം ആവശ്യം കഴിഞ്ഞാൽ. പിന്നീട് ഒരു കാര്യം കൂടി മ്യൂസ് ആ മുറി ചെയ്തിട്ടുണ്ട്. ശരിക്കും അതൊരു സ്റ്റുഡിയോ ശൈലിയിലാക്കി മാറ്റി. ആ മുറിയുടെ ചുവരുകളൊക്കെ പ്രത്യേക തരത്തിലുള്ള ഹാർഡ് ബോർഡുകൾ ഉപയോഗിച്ചും മെത്ത ഉപയോഗിച്ചും ഫുള്ളി സൗണ്ട് പ്രൂഫ് ആക്കിയായിരുന്നു. ഈ അടിയൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മാത്യു ഉറക്കെ കരയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാത്യു കരഞ്ഞാൽ ആ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനാണ് ഒരു സൗണ്ട് പ്രൂഫ് റൂമാക്കി അതിനങ്ങ് മാറ്റിയത്. മാത്യു മറ്റൊരു കാര്യം കൂടി മ്യൂസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയേറ്റ് ഏതാണ്ട് തളർന്നു തുടങ്ങുമ്പോൾ മാത്യുയെ പൊരിക്കണം. 2 ഇലക്ട്രിക് ഹീറ്ററിന്റെ മുകളിൽ വെച്ചത് പൊരിക്കാൻ. പൊരിക്കുന്നതിന്റെ തൊട്ട് താഴെയായി സാക്ഷാൽ ആൻഡ്രൂസ് പുണ്യവാളന്റെ ഒരു കുരിശ് വെക്കണം. അപ്പോ അടിയിൽ കുരിശ്, മുകളിൽ 2 ഇലക്ട്രിക് ഹീറ്റർ. അതിന് മുകളിലായി മാത്യുക്ക് കിടക്കാനുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിലൂടെ ഇങ്ങനെ നമ്മൾ മാത്യുയെ ചൂടാക്കി പൊരിച്ച് എടുക്കുമ്പോൾ മാത്യുക്ക് ലഭിക്കുന്ന ആ സുഖമുണ്ടല്ലോ, അത് മാത്യു മെയിൽ വഴി നമ്മുടെ മ്യൂസിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്യു പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മ്യൂസ് തയ്യാറാക്കി എന്ന വിവരം അറിഞ്ഞതും മാത്യു മ്യൂസിനെ കാണാനായി മ്യൂസിന്റെ വസതിയിലേക്ക് വന്നു. മെയിലിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് യഥാർത്ഥത്തിൽ അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഫോണിലൂടെ സംസാരിക്കും. ആദ്യമായി അവർ രണ്ടുപേരും നേരിൽ കാണുകയാണ്. മാത്യുവും മ്യൂസും കൂടി രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് പരസ്പരം കാണുന്നത്. വൈകുന്നേരത്തോടുകൂടി അവര് വീട്ടിലെത്തി. വീട്ടില് ആ മുറിയിലേക്ക് മാത്യുയെ കൊണ്ടുവന്ന് മ്യൂസ് ആ മുറി കാണിച്ചു. ആ മുറിയിൽ മാത്യു കിടക്കേണ്ട കട്ടിലും മാത്യുയെ അടിക്കേണ്ട ആ ചാട്ടവാറുകളും മാത്യുയുടെ ബോഡി കട്ട് ചെയ്യാനുള്ള ആക്സും മാത്യുയുടെ ബോഡി കട്ട് ചെയ്ത് ഇറച്ചി തൂക്കിയിടേണ്ട ആ കുരുക്കുകളൊക്കെ മ്യൂസ് മാത്യുവെ കാണിച്ചു കൊടുത്തു. മ്യൂസ് തുടർന്ന് മാത്യുവെ കാണിച്ചത് ഈ മാത്യുയുടെ ബോഡി പൊരിച്ചെടുക്കാനുള്ള ആ പാനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അത്രയും കേട്ടതും മാത്യു ഒരൊറ്റ ഓട്ടം. ശരിക്കും അതുവരെ എല്ലാം രസത്തോടെ കേട്ടുകൊണ്ടിരുന്ന മാത്യുവിന്റെ കിളി പോയതാണ്. അവൻ ശരിക്കും ഭയന്ന് ഓടിപ്പോയതാണ്. മ്യൂസ് പ്രതീക്ഷിക്കാത്ത ഒരു റിയാക്ഷനാണ് മാത്യുയുടെ ഭാഗത്തുണ്ടായത്. മരിക്കാൻ വലിയ താല്പര്യത്തോടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കക്ഷിയാണ്. പക്ഷേ മരിക്കേണ്ട സമയമായപ്പോൾ ഭയന്ന് ഓടിപ്പോവുക. വെറും ഒരു ഭീരുവായിപ്പോയല്ലോ ഈ മാത്യു. അങ്ങനെ മ്യൂസ് കരുതുമ്പോഴേക്കും മ്യൂസിന് മറ്റൊരു കക്ഷിയുടെ മെയിൽ കിട്ടി. അത് കിട്ടുന്നത് 2000 ജൂൺ മാസത്തിലാണ്. ജോർഗ് ബ്യൂസ് എന്നാണ് അയാളുടെ പേര്. ജോർഗ് ബ്യൂസ് എന്ന 31 വയസ്സുകാരൻ ഒരു പാചകക്കാരനാണ്. അവന്റെ യൂസർ നെയിം ദ മീറ്റ് ബോയ് എന്നാണ്. സാവധാനം മീറ്റ് ബോയ് ജോർഗ് മ്യൂസും തമ്മിൽ അടുപ്പത്തിലായി. ആ അടുപ്പം ബ്യൂസിനെ ഇവിടെ ഈ മ്യൂസിന്റെ ആ വസതിയിലും ആ വസതിയിലൂടെ ആ റൂമിലും എത്തിച്ചു. ആ റൂമിലെ ഇരുമ്പ് കിടക്കയിൽ നഗ്നനായി കിടന്ന മ്യൂസിന്റെ പുറത്ത് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് മ്യൂസ്. ശരിക്കും നന്നായിട്ട് ഒലിവെണ്ണ തേച്ച് പിടിപ്പിച്ച് ആ ഒലിവെണ്ണ തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ എങ്ങനെ കരിച്ചെടുക്കാം പൊരിച്ചെടുക്കാം എന്നൊക്കെ മ്യൂസിനോട് പറയുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും അന്ന് തന്നെ പൊരിക്കണ്ട എന്ന
ഒരു ആവശ്യം മ്യൂസ് ഉന്നയിച്ചപ്പോൾ മ്യൂസ് അങ്ങ് സമ്മതിച്ചു. എന്തായാലും അവർ തമ്മിലുള്ള ആ ബന്ധം ഈ കാനിബാളിസം എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് കടന്നില്ലെങ്കിലും ഒരു ഗേ റിലേഷൻഷിപ്പായി മുന്നോട്ട് പോവുകയാണ്. താൻ വിചാരിക്കുന്ന പോലെ ഒരാളെയും കഴിക്കാനൊട്ട് കിട്ടുന്നില്ല. എന്നാൽ ഈ ഗേ ആക്ടിവിറ്റിയിൽ താല്പര്യമുള്ള അനവധി ആളുകളെ ഇഷ്ടംപോലെ മ്യൂസിന് കിട്ടുന്നുമുണ്ട്. അവിടുന്ന് നേരത്തെ മുങ്ങിയ മാത്യു പിന്നീട് ഇടയ്ക്ക് മ്യൂസ് കണ്ടു. മ്യൂസിനെ കണ്ട നിമിഷം തന്നെ മാത്യു മ്യൂസിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ആ പരിചയം പുതുക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടും വീണ്ടും മ്യൂസിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയ മാത്യു മരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് താൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മ്യൂസ് ഒന്നിച്ച് അവിടെ കഴിയാനുള്ള താല്പര്യം കാണിച്ചു. ഒരു ഗേ റിലേഷൻ മാത്യുവും മ്യൂസും തമ്മിൽ അങ്ങനെ പതുക്കെ റൺ ചെയ്യുകയാണ്. അതേസമയത്ത് ദ മീറ്റ് ബോയ് എന്ന ആ കൊച്ചു പയ്യൻസുമായിട്ടും മ്യൂസിന്റെ ബന്ധം അങ്ങനെ തുടരുകയാണ്. ഇതുപോലെ പല സ്ഥലത്തും മ്യൂസിന് ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരാളും കഴിക്കാൻ വേണ്ടി റെഡിയായി മ്യൂസിന് നിന്നു കൊടുക്കുന്നില്ല. അതാണ് മ്യൂസിനെ അലറിക്കൊണ്ടിരിക്കുന്ന കാര്യം. മ്യൂസിന്റെ ആ വിഷമ തിരിച്ചറിഞ്ഞ ആള് ബ്യൂസാണ്. ബ്യൂസ് അവന്റെ രണ്ട് സുഹൃത്തുക്കളെ മ്യൂസിന് വേണ്ടി തരപ്പെടുത്തി കൊടുക്കാമെന്ന് മ്യൂസിനോട് സമ്മതിച്ചു. അവന്റെ രണ്ട് സുഹൃത്തുക്കളെ അവൻ അവിടെ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ ഉടൻ മ്യൂസ് അവരെ തലക്കടിച്ച് ബോധം കെടുത്തണം. ബോധം കെടുത്തി കഴിഞ്ഞാൽ അവര് ഡ്രസ്സൊക്കെ അഴിച്ച് അവര് പുറത്ത് ഈ ഒലിവ് എണ്ണയ്ക്ക് ഇട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് അവരെ കഷ്ണം കഷ്ണമായി മുറിക്കണം. എന്നിട്ട് നമുക്കത് പൊരിച്ചു തിന്നണം. മ്യൂസ് തന്നെ വളരെ മനോഹരമായിട്ട് മ്യൂസിനോട് ആ കാര്യം പറയും. പക്ഷേ സമയമാകുമ്പോൾ അവൻ കൂട്ടുകാരെ കൊണ്ടുവരില്ല. ബ്യൂസ് അതിന് കാരണം പറഞ്ഞത് ഈ സ്ലാട്ടർ റൂമിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൻ ഭയന്നു പോയെന്നാണ്. കൂട്ടുകാരെ കൊണ്ടുവരാൻ പറ്റാത്തതിന് ബ്യൂസിന് അവൻ്റെതായ ഉത്തരവുണ്ടെന്ന് അർത്ഥം. പക്ഷെ നിരാശരാകാതെ വീണ്ടും തന്റെ അഡ്വർടൈസ്മെന്റിലൂടെ അങ്ങനെ മ്യൂസ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 2001 ഫെബ്രുവരി 5 മ്യൂസിന് ഒരു മെയിൽ കിട്ടി. അതൊരു ജോർഗൻ ബേൺസിന്റെ മെയിലാണ്. അയാളൊരു എഞ്ചിനീയറാണ്. സീമൻ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു മേഖലയുടെ മുഴുവൻ അധികാരിയാണ് ബ്രാൻഡസ്. ബ്രാൻഡസ് ഒരു പ്രത്യേക കഥാപാത്രമാണ്. ബ്രാൻഡസിന്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. അമ്മ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അനസ്തേഷ്യയിലാണ്. അവര് അനസ്തേഷ്യ കൊടുത്ത ഒരു രോഗി അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധത്താൽ യാദൃശ്യവശാൽ ആശുപത്രിയിൽ മരണപ്പെട്ടിരുന്നു. അത് ബ്രാൻഡസിന്റെ അമ്മയെ ശരിക്കും പിടിച്ചു കുലുക്കി. അവര് തുടർന്നുണ്ടായ ഒരു ട്രാഫിക് അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അനസ്തേഷ്യ കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ആ കയ്യബദ്ധം അവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയതുകൊണ്ട് അവര് അവരുടെ വാഹനം ഒരു ട്രാഫിക് ജംഗ്ഷനിൽ അപകടത്തിൽ കൊണ്ട് എത്തിക്കുന്ന ശൈലിയിൽ ഓടിച്ചു കയറ്റുകയായിരുന്നു. അനവധി വാഹനങ്ങൾ അവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറി അവർ തൽക്ഷണം അവസാനിച്ചതാണ്. ഒരു ആക്സിഡന്റിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള കഥയാണ് ബ്രാൻഡസിനോട് അവന്റെ പിതാവ് പറഞ്ഞിരുന്നത്. അമ്മ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മകൻ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അവൻ അമ്മ മരിച്ചപ്പോൾ അവന്റെ പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ചു. ആ സ്ത്രീ ഈ ബ്രാൻഡസിനോട് പെരുമാറുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. അവൻ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ആ ഉപദ്രവം അവന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ അവന്റെ ഇരട്ടപ്പേര് പറഞ്ഞ് അവനെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാനൊക്കെ അവർ ബോധപൂർവ്വം ശ്രമിക്കും. ആ രണ്ടാനമ്മയുടെ ആ ആക്ഷൻസ് സാവധാനം ഈ ബ്രാൻഡസിന്റെ മനസ്സിൽ സ്ത്രീകളോടുള്ള ഒരു എതിർപ്പായി പരിണമിച്ചുകൊണ്ടേയിരുന്നു. പതുക്കെ പതുക്കെ ആ എതിർപ്പ് അങ്ങനെ വലുതായി വന്നപ്പോൾ അതിന് നേർവിപരീതമായി പുരുഷന്മാരോടുള്ള ബ്രാൻഡസിന്റെ ഇഷ്ടം കൂടി വരികയും ചെയ്തു. കാലം മുന്നോട്ട് പോയപ്പോൾ അവൻ പോലും അറിയാതെ അവനൊരു ഗേ ആയി മാറി. പഠിക്കാൻ അവൻ മിടുക്കനാണ്. അവന്റെ മിടുക്ക് ആ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, സ്പോർട്സിലും ആർട്സിലും ഒക്കെ അവൻ ശരിക്കും സകലിന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പെമ്പിള്ളരും ബ്രാൻഡസിനെ നോട്ടമിടുകയും ചെയ്യും. ഒരുപാട് ആളുകളുമായി ലവ് അഫെയർസ് സ്വാഭാവികമായും അങ്ങനെയാണ് ബ്രാൻഡസിന് ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴേക്കും ബ്രാൻഡസിന്റെ താല്പര്യം പുരുഷന്മാരാണ്. കാലം മുന്നോട്ട് പോയപ്പോൾ അവന്റെ മനസ്സ് അവന്റെ പിടിവിട്ട് അങ്ങ് പോയി. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല എന്ന ശൈലിയിലേക്ക് അവൻ പതുക്കെ പതുക്കെ കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി. അവന്റെ ഈ ബോഡി പാർട്സ് അവൻ കാണുകയെ ആളുകൾ കട്ട് ചെയ്യണം. അതാണ് അവന്റെ ആഗ്രഹം. ഒരു താൻസാനിയക്കാരനുമായി ഒരു ഗേ റിലേഷൻഷിപ്പിൽ അയാൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ താൻസാനിയക്കാരനോട് അവന്റെ പീനിസിന്റെ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്യാൻ അവൻ ആവശ്യപ്പെട്ടു. ആ താൻസാനിയക്കാരൻ ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം അവന്റെ പീനിസിന്റെ അറ്റത്തെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കത്തി തിരിച്ച് ആ മൂർച്ചയിലത്തെ ഭാഗം വെച്ച് ഒന്ന് ഉരച്ചു വിട്ടു. ശരിക്കും അങ്ങനെ ഉരച്ചപ്പോൾ പോലും നമ്മുടെ ഈ ബ്രാൻഡസിന് അതൊരു വല്ലാത്ത സുഖം നൽകി. ശരിക്കും ആ പീനിസൊക്കെ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന സ്വയം അനുഭവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഈ ബ്രാൻഡസിന്റെ മനസ്സിലേക്ക് അങ്ങനെ കൂടിക്കൂടി വരുമ്പോഴാണ് അയാള് മ്യൂസിന്റെ ആ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. മ്യൂസിന്റെ ആഗ്രഹം മനുഷ്യന്മാരുടെ
ബോഡി പാർട്സ് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ബ്രാൻഡസിന്റെ ആഗ്രഹം അവന്റെ ബോഡി ആരെങ്കിലും കട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അത് അവന് സ്വയം അനുഭവിക്കണം. രണ്ട് എക്സ്ട്രീം ഭ്രാന്തന്മാര് വളരെ യാദൃശ്യവശാൽ ഒരു മെയിലിൽ കൂട്ടിമുട്ടുകയാണ്. അവിടെ നിന്ന് ഈ ലോകം ഞെട്ടിയ ഒരു കഥ സ്റ്റാർട്ട് ചെയ്തു. അനവധി മെയിലുകൾ ഫെബ്രുവരിയിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മ്യൂസും തനിക്ക് എന്താണ് വേണ്ടതെന്ന് ബ്രാൻഡസും അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിച്ചതും രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. മ്യൂസ് കാത്തിരുന്നത് ബ്രാൻഡസിനെയാണ്, ബ്രാൻഡസ് കാത്തിരുന്നത് മ്യൂസിനെയാണ്. ആ ഒരു ധാരണയിലേക്ക് അവരെത്തിയതും ബ്രാൻഡസ് തന്റെ സ്വത്തുക്കളൊക്കെ അവന്റെ ഗേ ഫ്രണ്ടായ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേരിലേക്ക് എഴുതി വെച്ചു. അതിനുശേഷം അവൻ അവന്റെ കാറും വിറ്റിട്ട് അവിടുന്ന് അങ്ങ് മുങ്ങുകയാണ്. ബെർലിനിൽ നിന്ന് മുങ്ങിയ ബ്രാൻഡസ് പൊങ്ങിയത് ഇവിടെ ഈ മ്യൂസിന്റെ സ്ഥലത്താണ്. രാവിലെ 10 മണിക്ക് അവര് രണ്ടുപേരും പരസ്പരം കണ്ടു. മ്യൂസ് ഈ ബ്രാൻഡസുമായി അവന്റെ വസതിയിലെത്തി. പരമാവധി വേദനിച്ച് മരിക്കണം, അതാണ് ബ്രാൻഡസിന്റെ ആഗ്രഹം. ബ്രാൻഡസ് മ്യൂസിനോട് പറഞ്ഞു, മ്യൂസ് എന്റെ പീനിസ് കട്ട് ചെയ്ത് അതിനെ പൊരിച്ച് എടുക്കണം, നമുക്ക് രണ്ടും കൂടെ അത് കഴിക്കാം. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ രക്തം വാർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കും. രാവിലെ നേരം വെളുക്കും വരെ ഞാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്റെ 2 വൃഷ്ണവും നീ കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് അതിനെ പൊരിക്കണം. ഒരെണ്ണം നീ കഴിച്ചോ, ഒരെണ്ണം എനിക്ക് വേണം. വളരെ വളരെ ഭ്രാന്തമായ ഒരു ആഗ്രഹമാണ് ഈ ബ്രാൻഡസ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വന്തം വൃഷ്ണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്ന ബ്രാൻഡസിന്റെ ആ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് മ്യൂസ് ഏൽക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും റെഡിയായി. സകല രംഗങ്ങളും വീഡിയോയിൽ റെക്കോർഡിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മ്യൂസ് ബ്രാൻഡസിനെ ആ വസ്ത്രങ്ങളൊക്കെ അഴിപ്പിച്ച് അവിടെ ആ ഇരുമ്പ് കട്ടിലേക്ക് ആദ്യം കിടത്തി. കട്ടിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂസിന്റെ വസ്ത്രം അഴിക്കുമല്ലോ. 2 ഗേ സുഹൃത്തുക്കളാണ്. അവിടെ ഗേ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ ബ്രാൻഡസിന്റെ ദേഹം മുഴുവൻ ഒലിവ് എണ്ണ കൊണ്ട് തേച്ച് പിടിപ്പിച്ചു. വേദനിക്കാൻ പാടില്ല. കട്ട് ചെയ്യാൻ പോകുന്നത് പീനിസാണ്. ആ ലിംഗം കട്ട് ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ഒരു വേദന ഉണ്ടാവും. ബ്രാൻഡസിന്റെ പീനിസ് കയ്യിലെടുത്ത് കട്ട് ചെയ്യാൻ പോയപ്പോൾ മ്യൂസിന് ഒരു സംശയം, അല്ല ബ്രാൻഡസെ, ശരിക്കും വേദന എടുക്കില്ലേ? വേദന എടുത്താൽ നമ്മൾ വിചാരിക്കും പോലെ കാര്യമൊന്നും നടക്കില്ല. മ്യൂസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഒരു മാർഗമുണ്ട്. വേദന കുറയാനുള്ള മരുന്ന് നമ്മൾ വാങ്ങണം. കുറച്ച് വൈനകത്ത് അല്ലെങ്കിൽ ജ്യൂസിനകത്ത് കലക്കി കുടിച്ചാൽ വേദന അറിയാതിരിക്കും. അങ്ങനെ മ്യൂസ് പറഞ്ഞതും രണ്ടുപേരും ഡ്രസ് ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങി. കുറെ സ്ഥലത്തൊക്കെ കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി ഒരു മെഡിക്കൽ സ്റ്റോറിലെത്തി. ഈ പറഞ്ഞ പോലെ വേദന സംഹാരി മരുന്നുകളും ജ്യൂസുകളും അനുബന്ധ സിറപ്പുകളും ഒക്കെ വാങ്ങിച്ചു. വാങ്ങിയ സിറപ്പുകളൊന്ന് കഫ് സിറപ്പാണ്. ആ കഫ് സിറപ്പിനകത്ത് ഈ ഉറക്കഗുളിക പോലുള്ള ഈ മയക്കുമരുന്ന് സാധനങ്ങൾ കലർത്തിയാൽ അതൊരു പ്രത്യേക തരത്തിലുള്ള മരുന്നാണ് വാങ്ങിക്കുന്നത്. അത് ഈ പെയിൻ പൂർണ്ണമായും ഇല്ലാതാക്കും. അതിനെക്കുറിച്ചുള്ള ധാരണ ഈ 2 കക്ഷികൾക്കും ഉണ്ട്. അങ്ങനെ ആവശ്യമായ കഫ് സിറപ്പും ആ മയക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വാങ്ങി ബ്രാൻഡസും മ്യൂസും കൂടി മ്യൂസിന്റെ വസതിയിലെത്തി. ശരിക്കും ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മ്യൂസിന്റെ വസതിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ തന്നെ ആ കഫ് സിറപ്പിന്റെ പകുതി ബ്രാൻഡസ് കുടിച്ചിരുന്നു. കൂടെ അതിൽ പകുതി ഗുളിയും കഴിച്ചു. ഒരു അർത്ഥബോധാവസ്ഥയിലാണ് ബ്രാൻഡസ് യഥാർത്ഥത്തിൽ മ്യൂസിന്റെ വസതിയിൽ വൈകുന്നേരം എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷമുള്ള വിഷ്വലൊക്കെ വീഡിയോയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. നേരത്തെ പോലെ വസ്ത്രങ്ങളെ കഴിച്ചു, ദേഹത്തേക്ക് ഓയിലിട്ടു. അവിടെ ആ ഇരുമ്പ് കട്ടിലിൽ ബ്രാൻഡസ് അങ്ങനെ മറന്നു കിടക്കുമ്പോൾ അയാൾ ശരിക്കും മയക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. അയാൾക്ക് വേദന എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മ്യൂസ് അയാളുടെ പീനിസിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം കട്ട് ചെയ്തെടുത്തു. ആ പകുതി ഇനി പൊരിക്കണമല്ലോ. ശരിക്കും ആ പീനിസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ രക്തം ഈറ്റിറ്റ് വീഴുകയാണ്. രക്തം ഒരാളിൽ നിന്ന് വാർന്നു പോകുമ്പോൾ ആ ആള് സ്വാഭാവികമായും അബോധാവസ്ഥയിലേക്ക് കടക്കും. അയാള് അബോധാവസ്ഥയിലേക്ക് കടക്കാതിരിക്കാൻ അയാളുടെ പുറത്ത് തട്ടിക്കൊണ്ട് മ്യൂസ് ആ ഫ്രൈങ് പാനിൽ വെച്ച് ആ പീനിസ് ചൂടാക്കി പൊരിച്ചെടുത്തു. ആ വേവിച്ച സാധനം ആദ്യം കൊടുത്തത് ബ്രാൻഡസിന് തന്നെയാണ്. പക്ഷെ ബ്രാൻഡസിന് അതങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. അതിന്റെ ആ വലിപ്പവും അതിന്റെ ഒരു ചുവയൊന്നും ബ്രാൻഡസിന് അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെ ബ്രാൻഡസ് അത് കഴിക്കാതിരുന്നതും ഒരു പരുവത്തിൽ അത് കഴിക്കാൻ മ്യൂസ് ഒരു ശ്രമം നടത്തി. മ്യൂസിനും അതങ്ങോട്ട് പറ്റിയില്ല. കുറെയൊക്കെ മസാലയൊക്കെ ചേർത്താലേ അത് കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ കടന്നു. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. രാത്രിയായി. നേരം പുലരാറായപ്പോൾ മ്യൂസ് വിചാരിച്ചു ബ്രാൻഡസ് അവസാനിച്ചെന്നു. പക്ഷെ ബ്രാൻഡസിന് അപ്പോഴും ബോധമുണ്ട്. ബ്രാൻഡസ് മ്യൂസിനോട് പറഞ്ഞു, മ്യൂസ്, നീ എൻ്റെ 2 ടെസ്റ്റിസും കട്ട് ചെയ്തെടുക്കുക. ആ 2 വൃഷ്ണവും കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്യാനാണ് ഇപ്പോൾ ബ്രാൻഡസ് മ്യൂസിനോട് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ ഒരെണ്ണം അവന് കൊടുക്കണം. മ്യൂസ് അവന്റെ വൃഷ്ണം കട്ട് ചെയ്തെടുത്തു.
ആ സമയത്ത് പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ബ്രാൻസന്റെ അനക്കം അങ്ങ് നിന്നു. അവൻ മരിച്ചു എന്ന് ഉറപ്പായതും മ്യൂസ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവന്റെ ബോഡി പാർട്സുകൾ ഒന്നൊന്നായി അറുത്തെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് മ്യൂസ് കടന്നത്. അവന്റെ കൈയും കാലും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അവന്റെ കൈകൾ കട്ട് ചെയ്ത് കാലും കട്ട് ചെയ്തപ്പോഴാണ് മ്യൂസ് അമ്പരപ്പോടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ബ്രാൻസന് അപ്പോഴും ജീവനുണ്ട്. ജീവനുള്ള ബ്രാൻസന്റെ കൈയും കാലുമാണ് മ്യൂസ് യഥാർത്ഥത്തിൽ കട്ട് ചെയ്തത്. ഇനിയും അവനെ വേദനിപ്പിക്കുന്നത് ശരിയെല്ലാം തോന്നിയതുകൊണ്ട് ബ്രാൻസിന്റെ കഴുത്ത് ഉടൻ തന്നെ മ്യൂസ് കട്ട് ചെയ്തു. ശരിക്കും ജീവനുള്ള ബ്രാൻഡസിന്റെ കഴുത്താണ് ആ സമയത്ത് മ്യൂസ് കട്ട് ചെയ്തത്. എന്തായാലും അതിനുശേഷം ബാക്കി പാർട്സ് ഒക്കെ കട്ട് ചെയ്ത് അതിനെ ശരിക്കും ഭംഗിയായി മാംസവും മറ്റ് സംവിധാനങ്ങളുമാക്കി വേർതിരിച്ച് എല്ലുകളൊക്കെ ഈ പൊടിക്കാനായി നേരത്തെ തന്നെ ഒരു ഗ്രൈൻഡർ മ്യൂസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ആ ഗ്രൈൻഡറിലിട്ടാണ് എല്ലുകളൊക്കെ പൊടിക്കുന്നത്. മാംസം അരിഞ്ഞെടുത്ത് പാക്കറ്റുകളാക്കി അത് നേരെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു. ആ മാംസം മ്യൂസ് വേവിച്ച് പൊരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ മ്യൂസിന്റെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ അവിടെ വരും. ഗേ സുഹൃത്തുക്കൾ. അവർക്ക് മ്യൂസ് നല്ല ഇറച്ചി വിളമ്പുകയും ചെയ്യും. നല്ല ഒലിവ് എണ്ണയിൽ പൊരിച്ചെടുത്ത് ധാരാളം മസാലകൾ ചേർത്ത് ആ ഇറച്ചി നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞ് മാത്യു ഉൾപ്പെടെയുള്ള ഈ മ്യൂസിന്റെ ഗേ ഫ്രണ്ട്സുകൾ പലരും കഴിച്ചിട്ടുണ്ട്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് ആ ഓസ്ട്രിയൻ സ്റ്റുഡന്റിന്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ പിടിയിൽ മ്യൂസ് എത്തുന്നത്. മ്യൂസ് ഈ ബ്രാൻഡസിനെ കൊല്ലുന്നതും കഷ്ണങ്ങളാക്കി മുറിക്കുന്നതും എല്ലാം വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ബോധം കെടുന്നതിന് മുമ്പ് ജഡ്ജി കണ്ടത്. ശരിക്കും അതിനുശേഷം ആ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ ഈ പറഞ്ഞ ശൈലിയിൽ ട്രാൻസ്ക്രിപ്ഷൻ മോഡലിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഒറിജിനൽ വിഷ്വൽ ഇതുവരെയും ജർമ്മൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വിചാരണ ആരംഭിച്ചു. ഏകദേശം 60ഓളം ആളുകളാണ് മ്യൂസുമായി ബന്ധപ്പെട്ട് ആ സൈറ്റിൽ കണക്ഷൻ വന്നിട്ടുള്ളത്. അവരെല്ലാം സാക്ഷികളാക്കി പോലീസ് കോടതിയിലെത്തിച്ചു. അവരിൽ നിന്നൊക്കെയുള്ള മൊഴികൾ ശേഖരിച്ചു. മ്യൂസുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, ആണ് പെണ്ണുമായി. അവർക്ക് ആർക്കും തന്നെ മ്യൂസിനെ ഈ ശൈലിയിൽ ഒരു ആളെ വേദനിപ്പിക്കുന്ന സ്വഭാവമുള്ളതായി അറിയില്ല. മ്യൂസ് അതിനെ എതിരാണ്. കോടതിയിൽ മ്യൂസ് വാദിച്ചതും അങ്ങനെയാണ്. ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല. ആ ആള് സ്വയം മരിക്കാനായി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അയാളുടെ ആഗ്രഹം ഞാൻ നടപ്പിലാക്കി കൊടുത്തു എന്ന് മാത്രം. ബ്രാൻഡസ് സ്വയം മരിക്കാനായി ഒരു മാർഗം തേടി നടക്കുമ്പോഴാണ് അവൻ മ്യൂസിനെ കണ്ടുമുട്ടുന്നത്. ആ വാദത്തിന് കോടതിയിൽ ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചു. ഇരയുടെ സമ്മതപ്രകാരമുള്ള കൊലപാതകം സാധാരണഗതിയിലോ അസാധാരണഗതിയിലോ നമ്മൾ കേൾക്കാത്ത ഒരു ഇന്റർപ്രിട്ടേഷനാണ് അത്. ഇര സ്വയം കൊല്ലാൻ ഒരാളെ അനുവദിക്കുന്ന കഥ അങ്ങനെ അധികം പ്രചാരത്തിലുള്ളതല്ല. എന്നാൽ ഇരയുടെ സമ്മതപ്രകാരമുള്ള കൊലപാതകം ആ പേരിട്ട് തന്നെ ജർമ്മൻ കോടതി 8.5 കൊല്ലത്തെ തടവിന് മ്യൂസിനെ ശിക്ഷിച്ചു. പക്ഷെ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച അറ്റോർണിമാർക്ക് ആ വിധി അങ്ങോട്ട് തൃപ്തികരമായി തോന്നിയില്ല. അവർ അപ്പീൽ കോടതിയിലെത്തി. അപ്പീൽ കോടതിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അവര് കാര്യം പറയുകയാണ്. ഇത് വെറുമൊരു കൊലപാതകമല്ല, ഇതൊരു കാനബോളിസമാണ്. ഒരാളെ കൊല്ലുക, എന്നിട്ട് അയാളുടെ ശരീരഭാഗങ്ങൾ 10 മാസത്തോളം സൂക്ഷിച്ചു വെച്ച് കുറേശ്ശെ വേവിച്ചും പൊരിച്ചുമൊക്കെ കഴിക്കുക. ഭൂമിയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാനേ പാടുള്ളതല്ല. ആ ആള് മരണം വരെ ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അയാള് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതിനു പകരം 8.5 കൊല്ലം കഴിയുമ്പോൾ പുറത്ത് എത്തത്തക്ക ശൈലിയിൽ ന്യായീകരിക്കാവുന്ന ഒന്നല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ അപ്പീൽ കോടതിയിലെ വാദം. അപ്പീൽ കോടതി ഫ്രാങ്ക്ഫർട്ട് സ്റ്റേറ്റ് കോടതിയാണ്. കാസൻ ജില്ലാ കോടതി സമ്മതപ്രകാരമുള്ള ഒരു കൊലപാതകം എന്ന ലേബലിൽ പെടുത്തി ശിക്ഷ വിധിച്ചെങ്കിൽ ഇവിടെ ലൈംഗിക സുഖത്തിനു വേണ്ടി ഒരു ചെറുപ്പക്കാരനെ കൊന്ന ഒരു കുറ്റമാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായി ഫ്രാങ്ക്ഫർട്ട് സ്റ്റേറ്റ് കോടതി മ്യൂസിന്റെ തടവ് ശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി. ഞാൻ ഒരുപാട് കഥകൾ നിങ്ങളോട് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഇത്തരത്തിലൊരു കഥ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മനുഷ്യ മനസ്സിന്റെ സഞ്ചാരപഥം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ കഥയെക്കുറിച്ച് വായിച്ചപ്പോഴും കഥയെക്കുറിച്ച് പഠിച്ചപ്പോഴും അത്തരം ഒരു ചോദ്യമാണ് എന്റെയും എൻ്റെ ടീം മെമ്പേഴ്സിന്റെയും മനസ്സിലേക്ക് വന്നത്. ഞങ്ങൾ ആ വിഷയം അങ്ങനെ ചർച്ച ചെയ്തതാണ്. കേട്ടുകേൾവിയില്ലാത്ത ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.